വിമത സംഘം സിറിയയുടെ തലസ്ഥാന നഗരമായ ദമസ്കസ് പിടിച്ചെടുത്തതിന് പിന്നാലെ രാജ്യം വിട്ട പ്രസിഡന്റ് ബഷറുൽ അസദിനെ സംരക്ഷിച്ചെന്ന് സ്ഥിരീകരിച്ച റഷ്യ വളരെ സുരക്ഷിതമായി റഷ്യയിലെത്തിച്ചുവെന്നാണ് വിദേശകാര്യ സഹമന്ത്രി സെർജി റിയാബ്കോവ് വ്യക്തമാക്കിയത്. NBC ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഷറുൽ അസദ് സുരക്ഷിതനാണ്. അസാധാരണ സാഹചര്യത്തിൽ റഷ്യ ആവശ്യാനുസരണം ഇടപെടുന്നുവെന്നാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചതിലൂടെ വ്യക്തമാകുന്നതെന്നും സെർജി റിയാബ്കോവ് പറഞ്ഞു. ആദ്യമായാണ് അതും ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെ അസദിന് സംരക്ഷണം കൊടുത്തുവെന്ന് റഷ്യ സ്ഥിരീകരിക്കുന്നത്. സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ അസദിന് അനുകൂലമായ നിലപാടായിരുന്നു റഷ്യ സ്വീകരിച്ചിരുന്നത്. തന്ത്രപ്രധാനമായൊരു കൂട്ടാളി എന്ന നിലയിലായിരുന്നു പുടിൻ സിറിയയെ കണ്ടിരുന്നതും. സ്വാഭാവികമായും അവിടെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ റഷ്യ ഇടപെടുമെന്ന് ഉറപ്പായിരുന്നു. അതിനാലായിരുന്നു അസദിന് റഷ്യ അഭയം കൊടുത്തുവെന്ന റിപ്പോർട്ടുകൾ സജീവമായത്. ആദ്യഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ റഷ്യ തയ്യാറായിരുന്നില്ല. ഇതോടെ അസദിന് അഭയം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ റഷ്യൻ ഭരണകൂടം അവസാനിപ്പിച്ചു. സിറിയയിൽ വിമത വിഭാഗം വൻ മുന്നേറ്റം നടത്തുന്നുവെന്ന വിലയിരുത്തലുകൾക്ക് പിന്നാലെ തന്നെ അസദിനെ സുരക്ഷിതനാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് റഷ്യയിൽ തുടക്കം കുറിച്ചിരുന്നു. അതേസമയം റഷ്യയിൽ എവിടെയാണ് അസദ് തങ്ങുന്നതെന്നും എന്താണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥയെന്നും സെർജി റിയാബ്കോവ് വ്യക്തമാക്കിയിട്ടില്ല. അത് സംബന്ധിച്ച് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ അസദിനെ റഷ്യ പിന്തുണക്കുന്നത് തുടരുമെന്നും റിയാബ്കോവ് വ്യക്തമാക്കി. റഷ്യ അസദിനെ വിചാരണയ്ക്കായി കൈമാറുമോ എന്ന ചോദ്യത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിച്ച കൺവെൻഷനിൽ റഷ്യ ഒരു കക്ഷിയല്ലെന്നായിരുന്നു സെർജി റിയാബ്കോവിന്റെ മറുപടി. അതേസമയം സിറിയയിലെ സാഹചര്യം മുതലെടുത്തുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെയും റഷ്യ നിലപാട് വ്യക്തമാക്കി. ബഫർ സോണിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സിറിയയുടെ പ്രാദേശിക അഖണ്ഡതയെ ലംഘിക്കുന്ന നീക്കം പാടില്ലെന്നും സെർജി റിയാബ്കോവ് വ്യക്തമാക്കി. സിറിയയിൽ വ്യോമതാവളം ഉൾപ്പെടെ റഷ്യയ്ക്ക് തന്ത്രപ്രധാനമായ ഇടങ്ങളുണ്ട്. അസദിന്റെ പതനത്തിന് ശേഷം ഇവയുടെ ഭാവി സംബന്ധിച്ച് റഷ്യക്ക് ആശങ്കകളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പൂർണ്ണ പിന്തുണ നൽകിയിരുന്നൊരു ഭരണത്തിന്റെ തകർച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയത് വലിയ പ്രഹരമാണെന്നാണ് വിലയിരുത്തൽ.